ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇ.പി. ജയരാജൻ വിശദീകരിക്കണമെന്ന സി.പി.എം സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യം. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് അടക്കമുള്ളവരാണ് ആവശ്യം ഉന്നയിച്ചത്. മാതൃക കാണിക്കേണ്ടവർ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെയും എ.കെ. ബാലന്റെയും എം.വി. ഗോവിന്ദന്റെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും ലോകത്തോടാണ് സംസാരിക്കുന്നതെന്ന കാര്യം നേതാക്കൾ മറന്നു. ഈ ജാഗ്രത കുറവാണ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയതെന്നും വിമർശനം. വിവരങ്ങളുമായി ആർ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെയും എ.കെ. ബാലന്റെയും എം.വി. ഗോവിന്ദന്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള വിമർശനമാണ്. ഒപ്പം ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പി. വിശദീകരണം നൽകിയേ മതിയാവൂ എന്നുള്ള കാര്യങ്ങളുമാണ് എന്ന സമിതിയിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റെന്തെല്ലാം പരാമർശങ്ങളാണ് ഉണ്ടായത്? ആര്യ, ഇന്നലെ അവസാനിച്ച CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന ക്രിയാത്മകമായ ഒരു ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിലാണ് മുതിർന്ന നേതാക്കളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവും LDF കൺവീനറുമായ ഇ.പി. ജയരാജനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിലാണ് ഇ.പി. ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. ബി.ജെ.പി. നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെപ്പറ്റി ഇ.പി. ജയരാജൻ വിശദീകരിക്കണമെന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് അടക്കമുള്ള ആളുകളാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ബി.ജെ.പി. നേതാക്കളെ കല്യാണ വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വെച്ച് കാണുമ്പോൾ കുശലം പറയാറുണ്ട്. അത് കേരളത്തിന്റെ ഒരു സുജന മര്യാദയാണ്. എന്നാൽ അതുപോലെയല്ല വീട്ടിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ബി.ജെ.പി. നേതാവുമായി നടത്തുന്നത്. അത് മറ്റു പല വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകും. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയെപ്പറ്റി ഇ.പി. ജയരാജൻ വിശദീകരിച്ചേ മതിയാവൂ എന്നായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സംസ്ഥാന കമ്മിറ്റിയിൽ നടത്തിയ പരാമർശം. ഇത് മറ്റംഗങ്ങളും ഏറ്റെടുത്തോടെയാണ് ഇ.പി. ജയരാജൻ വളരെ രൂക്ഷമായി വിമർശിക്കപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, എ.കെ. ബാലൻ തുടങ്ങിയവരുടെ വിവാദ പ്രതികരണങ്ങളും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM ഒരു രേഖ തയ്യാറാക്കിയിരുന്നു. ഈ രേഖയിൽ സംസ്ഥാന നേതാക്കൾ പൊതുപ്രതികരണങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു രേഖ തയ്യാറാക്കിയിരുന്നു. ഈ രേഖയിൽ ഇത് പൊതുപ്രതികരണങ്ങൾ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയെ ഉപദേശിച്ച നേതാക്കൾ തന്നെ ആ തീരുമാനങ്ങൾ ലംഘിച്ചു എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആരുമല്ല വിവാദ പ്രതികരണങ്ങൾ നടത്തുകയും തിരിച്ചടി നേരിടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. മറിച്ച് ഞങ്ങളെ ഉപദേശിച്ച നേതാക്കൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഈ പ്രതികരണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും എം.വി. ഗോവിന്ദനും എ.കെ. ബാലനും നടത്തിയ വിവാദ പ്രതികരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു വിമർശനം അവിടെ ഉന്നയിച്ചത്. അതുകൊണ്ട് ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഈ നേതാക്കൾക്ക് തന്നെയാണ് എന്ന് ആവർത്തിച്ച് ഈ വിമർശനമാണ് അവിടെ ഉയർന്നത്. ഇതോടൊപ്പം തന്നെ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ ഈ PM മാർഷോ നടത്തിയ പ്രതികരണങ്ങൾ SFI എന്ന സംഘടനയ്ക്ക് നിരക്കാത്ത തരത്തിലാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചത്. SFIയുടെ നേതൃത്വത്തിന് പക്വതയുണ്ടാകണം, അത് നേതൃത്വത്തിൽ തിരുത്തൽ വേണം, അതിന് പാർട്ടിയുടെ കൃത്യമായ നിരീക്ഷണം വേണം എന്ന ആവശ്യവും സംസ്ഥാന കമ്മിറ്റി ഉയർന്നു.